മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ച മുദ്ര ആംഫി തിയേറ്റർ ഉദ്ഘാടനവും ജൈവവൈവിധ്യ ഉദ്യാന നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനവും സ്കൂളിൽ വെച്ച് നടന്നു. മുൻ MP KK രാഗേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തിൽ കടന്നുവരുന്ന കുട്ടികളുടെ കായിക വിനോദത്തിന് ആവശ്യമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഈ ആംഫി തിയേറ്റർ സാംസ്കാരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ, അതുപോലെ തന്നെ സയൻസിന്റെ അവരുടെ കഴിവ് പരിപോഷിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ എല്ലാ മേഖലയും കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയത്. അതിന്റെ അടുത്ത ഘട്ടമാണ് ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ നിർമ്മാണം. ഇപ്പൊ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും, കുറച്ച് മരങ്ങളൊക്കെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പസിൽ കെട്ടിടം നിൽക്കുന്ന സ്ഥലം ഒഴികെ, അഥവാ അത്യാവശ്യം കല്ലുകളൊക്കെ പാകിയ സ്ഥലം ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ഇടങ്ങളും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ആ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ കാഴ്ചപ്പാടുണ്ട്. സായാഹ്നങ്ങളിൽ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും കലാസാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള പൊതുവേദിയാണ് മുദ്ര ആംഫി തിയേറ്റർ. ഉദ്ഘാടന ചടങ്ങിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ സ്വാഗതം പറഞ്ഞു. മരുതം NSS സപ്തദിന ക്യാമ്പ് ജനറൽ കൺവീനർ പ്രിയ വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി. NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ TP നഫീസ ബേബി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. പങ്കജാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. ബിന്ദു, വാർഡ് മെമ്പർമാരായ C. ലത, P. അഷ്റഫ്, VK ലീഷ്മ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ PC ആസിഫ്, പ്രിൻസിപ്പൽ M. മനോജ് കുമാർ, ഹെഡ്മിസ്ട്രസ് PK റംലത്ത് BV, P. ചന്ദ്രൻ, മുണ്ടേരി ഗംഗാധരൻ, PC അഹമ്മദ് കുട്ടി, K. വേണു തുടങ്ങിയവർ സംസാരിച്ചു. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.